കോർപ്പറേറ്റ് ലോകത്തെ തൊഴിലിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പലപ്പോഴും ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദത്തെയും ടോക്സിക് സംസ്കാരത്തെയും കുറിച്ചുള്ളവയാണ്. എന്നാൽ റെഡിറ്റിൽ വൈറലായ ഒരു പോസ്റ്റ് ഈ പതിവ് കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഹൃദ്യമായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. ഒരു ജീവനക്കാരനും അദ്ദേഹത്തിന്റെ മാനേജറും തമ്മിലുള്ള വാട്സപ്പ് സംഭാഷണമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ചർച്ചാ വിഷയം. മോശം മാനേജർമാർ നിറഞ്ഞ ഈ ലോകത്ത് ഇതാ ഒരു നല്ല മാനേജർ എന്ന തലക്കെട്ടോടെയാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണയായി ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന മാനേജർമാരെയാണ് നാം കണ്ടുവരാറുള്ളതെങ്കിൽ ഇവിടെ ജീവനക്കാരന്റെ മാനസിക ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു മേലുദ്യോഗസ്ഥനെയാണ് കാണുന്നത്. പോസ്റ്റിനൊപ്പം പങ്കുവച്ച വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഇതിന് തെളിവാണ്. വാട്സപ്പ് സ്ക്രീൻഷോട്ടിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എന്തോ ഒരു സന്തോഷക്കുറവുണ്ട് എന്നത് മാനേജർ കൃത്യമായി ശ്രദ്ധിക്കുന്നത് കാണാം. കേവലം ജോലിയിലെ ടാർഗറ്റുകൾക്ക് അപ്പുറം മനുഷ്യത്വപരമായ ഒരു ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. ഹേ, നിങ്ങൾ ഓക്കെ ആണോ എന്ന ലളിതമായ ചോദ്യത്തിലൂടെയാണ് മാനേജർ സംഭാഷണം തുടങ്ങുന്നത്. ഒരു അധികാരി എന്നതിലുപരി ഒരു സഹായി എന്ന നിലയിലാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആരെയോ ബോധിപ്പിക്കാനല്ല, മറിച്ച് തന്റെ സഹപ്രവർത്തകനോടുള്ള കരുതലാണ് ആ സന്ദേശത്തിലുള്ളത്. നിങ്ങൾ ഇന്ന് ഓക്കെ ആണോ എന്ന് അറിയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത്. ഇന്ന് നിങ്ങൾ അല്പം സന്തോഷമില്ലാതെ ഇരിക്കുന്നതായി എനിക്ക് തോന്നി എന്ന് മാനേജർ കുറിച്ചു. ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് തന്റെ പ്രയാസം മേലുദ്യോഗസ്ഥൻ തിരിച്ചറിയുന്നു എന്നത്. ഇത് ജീവനക്കാരന് ജോലി സ്ഥലത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു സ്ക്രീൻഷോട്ടിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിനെ കുറിച്ച് ജീവനക്കാരൻ പറയുന്ന മറുപടിയാണുള്ളത്. തനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും വൈകുന്നേരം 7 മണിക്ക് മുമ്പ് തിരിച്ചെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മിക്ക തൊഴിലിടങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിൽ ജോലി എപ്പോൾ തീർക്കും എന്ന ചോദ്യമാണ് മാനേജർമാരിൽ നിന്നും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ മാനേജറുടെ പ്രതികരണം തികച്ചും വിപരീതമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ലോഗ് ഓഫ് ചെയ്തോളൂ എന്നായിരുന്നു മാനേജറുടെ മറുപടി. ജോലി മുടങ്ങിയതിനെ കുറിച്ചോ സമയം നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ അദ്ദേഹം ഒരു അക്ഷരം പോലും പരാമർശിച്ചിട്ടില്ല. ബാക്കിയുള്ള ടാസ്കുകൾ പൂർത്തിയാകുന്നതിനെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അത് താൻ തന്നെ ഏറ്റെടുത്തോളാമെന്നും മാനേജർ ഉറപ്പു നൽകി. ഒരു മികച്ച നേതൃത്വത്തിന്റെ ലക്ഷണമാണിത്. തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെ കുറിച്ചും മേലുദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും ആളുകൾ നിരന്തരം പരാതി പറയുന്ന കാലത്താണ് ഈ വാർത്ത പ്രത്യാശ പകരുന്നത്. ടോക്സിക് വർക്ക് കൾച്ചറിനെതിരെ വലിയൊരു സന്ദേശമാണിത്. ഈ റെഡിറ്റ് പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രതികരണങ്ങളുമായി എത്തുന്നത്. ഇത്തരമൊരു ബോസിനെ ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് പലരും കമന്റ് ചെയ്തു. മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത തൊഴിലിടങ്ങൾ ഇന്നും ഉണ്ടെന്നതിന്റെ തെളിവായി ഈ സ്ക്രീൻഷോട്ടുകൾ മാറി. ജീവനക്കാരെ യന്ത്രങ്ങളായി കാണാതെ മനുഷ്യരായി കാണാൻ ഇത്തരം മാനേജർമാർ തയ്യാറാകുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ ഉയർന്ന സമ്മർദ്ദം കാരണം പല യുവാക്കളും മാനസികമായ തകർച്ച നേരിടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു സമീപനം വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും. ജീവനക്കാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ അത് സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമതയും ഗുണകരമായി ബാധിക്കും. ഈ മാനേജർ അത് പ്രായോഗികമായി തെളിയിച്ചിരിക്കുകയാണ്. ലീവ് എടുക്കുന്നതിനോ ഡോക്ടറെ കാണുന്നതിനോ മാനേജറോട് അനുവാദം ചോദിക്കാൻ പേടിക്കുന്ന ഒരു വലിയ വിഭാഗം ജീവനക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കിടയിലാണ് ഈ പോസ്റ്റ് വൈറലാകുന്നത്. മനുഷ്യത്വപരമായ പെരുമാറ്റം കൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ അന്തരീക്ഷം എത്രത്തോളം പോസിറ്റീവ് ആക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വൈറൽ പോസ്റ്റ്. ലിങ്ക്ഡ്ഇൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിലും ഈ വാർത്ത ചർച്ചയായിട്ടുണ്ട്. മാനേജർമാർക്ക് പരിശീലനം നൽകുമ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് പലരുടെയും അഭിപ്രായം. അവസാനമായി ഒരു നല്ല മേൽ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യനാകുക എന്നതാണ് ഏതൊരു തൊഴിലിടത്തിലും പ്രധാനമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.